നിലമ്പൂരിൽ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കുന്നതിൽ ഉള്ള സന്തോഷമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തൃക്കാക്കരയിലും പാലക്കാടുമൊക്കെ UDF-ൽ നിന്ന് ആരെയിലേക്ക് കിട്ടുമോ എന്നുള്ള നിലയിലേക്ക് നോക്കി പൊതുസ്വതന്ത്രർ എന്ന് പറയുന്ന ഒരു ചെപ്പിടി വിദ്യയുമായി മുന്നോട്ടിറങ്ങി അത് പരാജയപ്പെട്ടു. ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇവിടുത്തെ ശക്തമായ പ്രതിപക്ഷമായ ഐക്യജനാധിപത്യ മുന്നണിയും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടം, പൊളിറ്റിക്കൽ ഫൈറ്റാണ് അവിടെ നടക്കുന്നത്. ആ പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കുമ്പോൾ നിലമ്പൂര് ഐക്യജനാധിപത്യ മുന്നണിയുടെ മണ്ഡലമാണ്. ഒരു തർക്കവും ആ കാര്യത്തിലില്ല. ഈ അരാഷ്ട്രീയ പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണല്ലോ അൻവർ LDF-ന്റെ സ്ഥാനാർത്ഥിയായി വന്നതും അവിടെ വിജയിച്ചതും. ഇപ്പോൾ വീണ്ടും ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിലേക്ക് വരുമ്പോൾ കംഫർട്ടബിൾ മെജോറിറ്റിയോടുകൂടി ഐക്യജനാധിപത്യ മുന്നണിക്ക് വിജയിക്കാൻ പറ്റുന്ന മണ്ഡലമാണ് നിലമ്പൂർ എന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല. ആ തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് ഐക്യജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി മുൻപൊരിക്കലും കണ്ടിട്ടില്ലാത്ത നിലയിലേക്കുള്ള ഐക്യത്തോടുകൂടി ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരും ബാക്കി ഞങ്ങൾ ഘടകകക്ഷി നേതാക്കന്മാരെല്ലാം ഒറ്റ മനസ്സോടെ നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നിലമ്പൂരിൽ കാണാൻ സാധിക്കുന്നത്. തൃക്കാക്കരയിലെയും പാലക്കാട്ടെയും സാഹചര്യമല്ല നിലമ്പൂരിലേത്. അവിടെയെല്ലാം കോൺഗ്രസ് എംഎൽഎമാരായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിൽ അടക്കം വന്നതെങ്കിൽ നിലമ്പൂരിൽ ഒരു ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ അവിടെ രാജിയുണ്ടായ മത്സരമാണ്. അതാണ് ഞങ്ങളുടെ മുമ്പിലേക്കുള്ള അവസരം. ഇതെല്ലാം ജയിച്ചപ്പോൾ തൃക്കാക്കര ജയിച്ചത് PT-യുടെ ഭാര്യ ആയതുകൊണ്ടാണെന്നും പുതുപ്പള്ളി ജയിച്ചത് ഉമ്മൻചാണ്ടിയുടെ മകനായതുകൊണ്ടാണെന്നും പാലക്കാട് വന്നപ്പോൾ അത് SDPI-യുടെ വിജയമാണെന്നൊക്കെ ആയിരുന്നല്ലോ വിലയിരുത്തൽ. ഇത്തവണ പ്രതിപക്ഷത്തിന് 99 ഭരണകക്ഷിക്ക് 99 സീറ്റ് കൊടുത്തതിൽ ഒന്നായ നിലമ്പൂരാണ് പോരാട്ടം നടക്കുന്നത്. ഞങ്ങൾ അത് പിടിച്ചിരിക്കും, തിരിച്ചു പിടിച്ചിരിക്കും, ഒരു സംശയമില്ല. അത് തന്നെ ആയിരിക്കും പൊതുസമൂഹത്തിന് ഈ ഗവൺമെന്റിനെതിരെ എത്രത്തോളം വികാരമുണ്ടെന്ന് ബോധ്യപ്പെടുന്ന വിധിയെഴുത്ത്. ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും ആ പൊളിറ്റിക്കൽ ഫൈറ്റിന് തുടക്കമിട്ട അൻവറിനെ പോലെയുള്ള ഒരാളെ കൂടെ കൂട്ടേണ്ടത് UDF-ന് അനിവാര്യതയായിരുന്നില്ലേ? അതിലൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അൻവർ മുന്നോട്ട് പറഞ്ഞ രാഷ്ട്രീയം കാര്യങ്ങൾ ഐക്യജനാധിപത്യ മുന്നണി ഈ കാലം അത്രയും പറഞ്ഞ രാഷ്ട്രീയം തന്നെയാണ് അൻവർ മുന്നോട്ട് പറഞ്ഞത്. ശരിയാണ്, ഞങ്ങൾ പറഞ്ഞ അതേ ആശയം പറയുമ്പോൾ സ്വാഭാവികമായി ഒത്തുപോകാനുള്ള സാഹചര്യമുണ്ടോ എന്ന് പരിശോധിക്കപ്പെടും. അതിനുവേണ്ടി ഞങ്ങൾ പരമാവധി ശ്രമിച്ചു. പക്ഷേ അൻവറിനെ സംബന്ധിച്ചിടത്തോളം അതിനുശേഷമുള്ള അൻവറിന്റെ പ്രസ്താവനകളും പ്രവർത്തനങ്ങളും കാണുമ്പോൾ അൻവറിന് പൊളിറ്റിക്സ് ഇല്ല. അൻവർ ഉയർത്തുന്ന പിണറായിസത്തിനെതിരെയുള്ള പൊളിറ്റിക്സിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായി ഐക്യജനാധിപത്യ മുന്നണിയോടൊപ്പം സഹകരിച്ച് പിന്തുണച്ച് ആ പിണറായിസത്തെ പരാജയപ്പെടുത്തണം. പക്ഷേ അൻവർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളൊക്കെ അരാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളാണ്, വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളാണ്, വ്യക്തിപരമായ താൽപര്യങ്ങളാണ്. അതന്നേരം ഒരു പൊളിറ്റിക്സിന്റെ ഇല്ലായ്മയാണ് അവിടെ ശ്രദ്ധിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഐക്യജനാധിപത്യ മുന്നണി ഒരു രാഷ്ട്രീയ സംവിധാനമാണ്, കൂട്ടായ്മയാണ്. ആ സംവിധാനത്തിനോടൊപ്പം ചേരുന്ന അതിനൊരു രാഷ്ട്രീയമുണ്ടല്ലോ. ആ രാഷ്ട്രീയം അൻവർ മുന്നോട്ട് പറയാത്തിടത്തോളം കാലം നമുക്ക് ഈ പറഞ്ഞതുപോലെ ഡിക്റ്റേറ്റ് ചെയ്തുകൊണ്ട് വന്ന ഒരാൾക്ക് ഇതിൽ കയറാം എന്ന് വിചാരിച്ചാൽ നടക്കുന്നില്ല. ഇനിയാണേലും അദ്ദേഹത്തിന് നല്ല ബുദ്ധി ഉണ്ടാകട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇല്ല, ചില മാധ്യമങ്ങളടക്കം ഇതിനോടകം തന്നെ അൻവർ പിടിക്കുന്നത് UDF-ന്റെ വോട്ടാണെന്നൊരു പ്രചരണം കൊടുക്കുന്നു. ഏത് അടിസ്ഥാനത്തിലാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. 2021 തെരഞ്ഞെടുപ്പിൽ LDF പ്ലസ് അൻവർ പ്ലസ് അന്ന് രാഷ്ട്രീയമായി LDF-ന് അനുകൂലമായ തരംഗം 99 സീറ്റ് സംഭാവന ചെയ്തപ്പോൾ 2700 വോട്ടിനാണ് ഞങ്ങൾ പരാജയപ്പെട്ടത്. അന്നേരം അൻവറിന് വോട്ടുണ്ടെങ്കിൽ അൻവർ പിടിക്കുന്ന വോട്ട് LDF-ൽ നിന്നാണ് മൈനസ് ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് UDF-ൽ നിന്ന് മൈനസ് ചെയ്യുന്നത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ പ്രതികൂലമായ രാഷ്ട്രീയ കാലാവസ്ഥയിലും കേവലം 2700 വോട്ടിന് പരാജയപ്പെട്ട ഒരു മണ്ഡലത്തിൽ ഇന്ന് രാഷ്ട്രീയം മാറി ഗവൺമെന്റിനെതിരെ ശക്തമായ വികാരം നിൽക്കുന്നു. അന്നേരം അൻവർ ശരി, അൻവർ ആ വോട്ട് ഇപ്പുറത്ത് ഡെലിവറി ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇരട്ടി മധുരമായിരുന്നേ, ഭൂരിപക്ഷം കൂടിയേനെന്നുള്ളത് പറയാം. പക്ഷേ അൻവർ പിടിക്കുന്ന വോട്ട് തീർച്ചയായിട്ടും LDF-ന്റെ വോട്ടിലാണ്. അത് 2016-ലും 2021-ലും LDF-ന് വേണ്ടി അൻവർ ഡെലിവറി ചെയ്ത വോട്ട് ഉണ്ടെങ്കിൽ അത് മാത്രമായിരിക്കും അൻവർ പിടിച്ചു മാറ്റുന്നത്.
LDF-ന്റെ സഹയാത്രികനാണ്. പിടിക്കാൻ പോകുന്ന LDF-ന് കിട്ടിയ വോട്ടാണ്. ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഏതെങ്കിലും വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അതിൽ നിന്ന് മാറുന്നതിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം തന്നെ ഐക്യജനാധിപത്യ മുന്നണിക്ക് വൻപിച്ച ഭൂരിപക്ഷം നൽകാനുള്ള സാഹചര്യം ഒരുക്കുന്നതാണ്. ഇനിയും അൻവർ പറയുന്നത് പോലെ അൻവർ ഇന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ഈ സമയത്ത് വിശ്വസിക്കുന്നത്? നാളെ എന്താ പറയാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ. ഇന്നലെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ആ സാധു മനുഷ്യനെ ഇവരെത്രത്തോളം പറ്റിച്ചെന്നാണ് ഇന്നലെ എനിക്ക് തോന്നിയത്. കാരണം ഒരു ബൂത്തിലേക്ക് 3 ലക്ഷം രൂപ വേണ്ടി വന്നു എന്നാണ് പറഞ്ഞത്. അന്നേരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ സാമ്പത്തികം എങ്ങനെ അടിച്ചു മാറ്റി? സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർക്കറിയാം, അതിന്റെ 10-1 പോയിട്ട് ഇതിന്റെ ആവശ്യമൊന്നും വരാറില്ല പലപ്പോഴും. അത് അത്രയൊന്നും, അതൊക്കെ വളരെ വളരെ കൂടുതൽ. 10-1 പോയിട്ട് 5-1 വേണ്ടി വരത്തില്ല. പക്ഷേ അന്നേരം അൻവർ എന്ന അദ്ദേഹം ഇന്നലെ പറഞ്ഞ പോലെ അദ്ദേഹത്തിനെ പാപ്പരാക്കിയത് അന്നേരം തീർച്ചയായിട്ടും 2 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ഈ പൈസ വെച്ച്, ഈ തോത് വെച്ച് പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് പുള്ളി, അല്ലെങ്കിൽ ആ ചെലവായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുള്ളിയുടെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായിരിക്കാം. അതിലുപരി ഇന്നലെ രാവിലെ പറഞ്ഞ ആൾ ഇന്ന് രാവിലെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ 260-ൽ പരം ബൂത്തുകളുണ്ട്. അന്നേരം ഒറ്റ രാത്രി കൊണ്ട് 8 കോടി രൂപ എവിടുന്ന് കിട്ടി എന്നുള്ളതാണ്. അദ്ദേഹം ഇന്നലെ പരസ്യമായി പറഞ്ഞാണ് 8 കോടി രൂപ, 3 ലക്ഷം രൂപ ഒരു ബൂത്തിന് വേണം. അന്നേരം 260 ചിലവാനും വരുമ്പോൾ 8 കോടി രൂപ വേണം. അത് ഒറ്റ രാത്രി കൊണ്ട് കിട്ടിയ മാന്ത്രിക വിദ്യ എന്താണ് എന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കണക്കൊക്കെ ചോദിക്കുമല്ലോ. ഒരു അസംബ്ലി സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാൻ ചെലവാക്കാൻ പറ്റുന്ന 35 ലക്ഷം രൂപ എന്താണ്? അത് 8 കോടി രൂപ ഒറ്റ രാത്രി കൊണ്ട് സമാഹരിച്ചുകൊണ്ട് ഇന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നുവെന്ന് പറയുന്നത് അബദ്ധസഞ്ചാരമാണ്. അൻവറിന് ഇനിയും വീണ്ടും വിചാരവും ബുദ്ധി ഉണ്ടാകട്ടെ, നല്ല ബുദ്ധി ഉണ്ടാകട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. ഒരു സീറ്റിന്റെ വിഷയമല്ലല്ലോ. ഇപ്പം ഈ ഒന്നാമതൊരു മുന്നണി സംവിധാനം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണമല്ലോ. കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. അത് ഈ മുന്നണി സംവിധാനത്തെ LDF ആണെങ്കിൽ അതാണ് മത്സരിക്കുന്ന പാർട്ടിയാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്. അവിടെ ഘടകകക്ഷിയായിട്ടുള്ളവർക്ക് പോലും അഭിപ്രായത്തിന് പ്രസക്തിയില്ല. അവർ ഞങ്ങളെ അറിയിക്കും, ഞങ്ങൾ ഔപചാരികമായി അത് UDF കാൻഡിഡേറ്റാണെന്ന് അംഗീകരിക്കും. ഇതാണല്ലോ കേരള രാഷ്ട്രീയം കണ്ടിട്ടുള്ളത്. ഇവിടെ ഘടകകക്ഷികൾ പോലും അഭിപ്രായം പറയാത്ത ഒരു സ്ഥലത്ത് പുറത്തു നിന്ന ഒരാൾ അന്നേരം തന്നെ ആദ്യം സ്ഥാനാർത്ഥിയുടെ പേര് പറയുന്നു, രണ്ടാമത് സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ അതിനെ എതിര് പറയുന്നു. അന്നേരം ആ ഒരു അച്ചടക്ക രാഹിത്യം നമുക്ക് അംഗീകരിച്ചു പോകാനൊക്കൂ? ഒരു മുന്നണി സംവിധാനത്തിന് ആ കെട്ടുറപ്പില്ലായ്മ അംഗീകരിക്കാനൊക്കൂ? ഇത് UDF-നെ സംബന്ധിച്ചിടത്തോളം ബാക്കി എല്ലാ കാര്യങ്ങളിലും നിൽക്കുമ്പോൾ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്ന ഇവരുടെ തമ്മിലടി എന്നാണ്. ഇപ്പം കുറച്ചു കാലമായിട്ട് ആ തമ്മിലടി എന്നുള്ള ഒരു സന്ദേശം മാറി പുതിയ KPCC ടീം വന്ന് ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങുന്ന ഒരു സാഹചര്യത്തിൽ മുന്നണിക്ക് പുറത്ത് നിൽക്കുന്ന ഒരാളാണ് ഇപ്പോൾ തലവേദന സൃഷ്ടിക്കുന്നത്. എന്താണെന്നാലും ആ ഒരു തലവേദന എടുത്ത് കൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധിക്കത്തില്ല. ഒരു അൻവറിന് പൊളിറ്റിക്സ് ഉണ്ടെങ്കിൽ ആ പൊളിറ്റിക്സിൽ നിന്നുകൊണ്ട് അൻവറാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിക്കേണ്ടതും അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടതും. അതുവഴി പിണറായി വിജയനെ പരാജയപ്പെടുത്തുക എന്ന പൊളിറ്റിക്സാണ് അദ്ദേഹം മുന്നോട്ട് വെക്കേണ്ടത്. യോജിക്കാവുന്ന ഇടമല്ല കൂടുതൽ ഉണ്ടായിരുന്നത്, യോജിപ്പുകളേക്കാൾ കൂടുതൽ. ആ യോജിപ്പ് ഉണ്ടാകാതെ പോയത് ചില കോൺഗ്രസ് നേതാക്കളുടെ പ്രശ്നങ്ങളാണെന്നാണ് അൻവർ ആവർത്തിക്കുന്നത്. അല്ല, അൻവറിന് ഓരോന്നിനും മറുപടി പറയാനൊക്കത്തില്ലല്ലോ. കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരും പറഞ്ഞല്ലോ ഒരു വ്യക്തി കേന്ദ്രീകൃതമല്ല. എന്താണ് ഇവിടുത്തെ വിഷയം? ഓരോ ദിവസവും ഓരോന്ന് പറയുന്ന ഒരാളുടെ മറുപടി പറയാൻ കോൺഗ്രസിനെ കുറ്റം പറയുന്ന ഏത് അർത്ഥത്തിലാണ്? ഞങ്ങൾക്ക് ആർക്കും എതിർപ്പില്ല. മെയ് 2 കോഴിക്കോട് കൂടിയ യോഗത്തിൽ ഒറ്റക്കെട്ടായിട്ട് അദ്ദേഹത്തെ സഹകരിപ്പിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹവുമായി സഹകരിക്കണമെന്ന് തീരുമാനിച്ചു. RMP UDF-ന്റെ മെയിൻ ഘടകകക്ഷികളിലൊന്നല്ല, എന്നാൽ സഹകരിക്കുന്ന കക്ഷിയാണ്. RMPയെ പോലെ തന്നെ ശ്രീ അൻവറുമായിട്ട് സഹകരിക്കാനാണ് തീരുമാനിച്ചത്. സഹകരണത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുകയും കെട്ടുറപ്പോടുകൂടി മുന്നോട്ട് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ഫുൾ ഫ്ലെഡ്ജ് ഘടകകക്ഷിയാക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കണ്ടായോ? അതുപോലും ഇല്ലാതെ പോകുമ്പോൾ കഴിഞ്ഞ ദിവസം ഓൺലൈൻ മീറ്റിംഗ് കൂടിയതും ഞങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞു, ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി പറഞ്ഞു, നിങ്ങൾ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുക. സ്ഥാനാർത്ഥിയെ പിന്തുണച്ചാൽ ഞങ്ങൾ മെയ് 2 എടുത്ത തീരുമാനം ഞങ്ങൾ നടപ്പിലാക്കും. അത് UDF ചെയർമാൻ പരസ്യമായി പ്രഖ്യാപിക്കും. ഇതെല്ലാം എനിക്കാന്ന് പറഞ്ഞാണ്. അത് കഴിഞ്ഞ് ഒരു വ്യക്തി, അതാണ് ആദ്യം പറഞ്ഞത്, ഇതെല്ലാം വ്യക്തിപരമായി മാറുന്നു.
ആ വ്യക്തിപരമല്ലല്ലോ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ. ഇഷ്ടാനിഷ്ടങ്ങൾ എല്ലാവർക്കും ഉണ്ട് ഓരോ വ്യക്തികളെക്കുറിച്ച്. പക്ഷെ നമ്മളെ നയിക്കുന്ന ഒരു രാഷ്ട്രീയത്തിൽ നിന്നല്ലേ പോകേണ്ടത്.